ഒരു ജസ്റ്റ് ഒരു കിണർ പോലെയായിട്ട് കിടക്കുന്നു. അപ്പം കണ്ടോ, ഈ മരത്തിൻ്റെ താഴെ ഇവിടെ ഒരു വിള്ളലുണ്ട്. ഇതും ഒരു ഇതാണ് കേട്ടോ, കേവ് പോലെ കിടക്കുന്നത്. ഇതുണ്ടോ, അവിടെ നിന്നാണ് കേട്ടോ ഈ ഉറവ് വന്നത്. അത് ഹലോ ഗൈസ്, അപ്പോൾ നമ്മളുള്ളത് ഏതാ കൊച്ചരിക്കൽ ചിറ. ഇത് ഗുഹയാണ്, കൊച്ചരിക്കൽ ഗുഹയിൽ. ഇതുണ്ട്, ആ ഒരു സ്ഥലത്ത് ചിറാന്ന് എഴുതിയാണ്, ഒരു സ്ഥലത്ത് ഗുഹാന്ന് എഴുതിയാണ്. ഇവിടെ ചിറാന്ന് എഴുതിയിട്ടാണ് അല്ലേ? ഇത് ചിറാന്നാണ്, അവിടെ ഗുഹാന്ന് എഴുതിയാണ്. ഇവിടെ ഫീസുണ്ട്, എടുത്തു വെച്ചു. പ്രവേശന പാസ് മൂലം അല്ല, ഫീസ് എടുത്തോളാം. പ്രവേശന ഫീസ് 20 രൂപ. ഇപ്പം 20 രൂപയാണ് കേട്ടോ. 20 രൂപ വെച്ചിട്ടാണ് പെർ ഹെഡ് ഫീ വരുന്നത്. പാഴാക്കുന്ന അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ജസ്റ്റ് ഒരു കിണർ പോലെയായിട്ട് കിടക്കുന്നു. ഇത് മൊത്തം ഉറവയാണ് കേട്ടോ, എല്ലാം ഉറവ വന്നുകൊണ്ടിരിക്കും. ഇവിടെ ഈ മരം കണ്ടോ, ഈ മരത്തിൻ്റെ താഴെ ഇവിടെ ഒരു വിള്ളലുണ്ട്. ഇതും ഒരു ഇതാണ് കേട്ടോ, കേവ് പോലെ കിടക്കുന്നത്. ഇതാണ്, ഇത്ര ഏരിയയിലാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഇത്ര ഏരിയയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഗുഹയായിട്ട് വരുന്ന പോർഷൻസ്. ഇതിൻ്റെ താഴെ നമുക്കൊരു കുളം വരുന്നുണ്ട്. അപ്പുണ്ട് അവിടെ കുടിവെള്ളം എഴുതി വെച്ചിട്ടുണ്ട്. എന്താടാ അവന്റെ തുഞ്ചത്ത് പോയി. നീ അവിടെ വാ 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 വാടാ വാ വാ. എവിടെ ഇറങ്ങാനാ? എവിടെ ഇറങ്ങാനാ നിൽക്കും? ഇത് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. നേരെ ക്രോസ് ചെയ്ത് പോയി ഓട്ടെ. ഇതിൽ ഫിഷ് ഉണ്ടോ? നീ കണ്ടോ?
ഇതുണ്ടോ അവിടെ നിന്നാണ് ഈ ഉറവ് വന്നത്. അത് ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു കാല് വെച്ച് വന്ന് നേരെ ഈ കുളത്തിലേക്കാണ് പോകുന്നത്. സ്ഥലം വിട്ടോ കമോൺ കുസുവിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ അബൌട്ട് ദ അയ്യോ അടി. അപ്പോൾ ഇതാണ് കേട്ടോ, അവിടെ നിന്ന് നമുക്കൊരു ഗുഹയാണ്. ആ ഗുഹയിൽ നിന്ന് കുറേ നല്ല അരുവി പോലെ വെള്ളം വരുന്നുണ്ട് കേട്ടോ. നല്ല കുടിക്കാൻ പാകത്തിനുള്ള വെള്ളമാണ്. ആ വെള്ളം ഇങ്ങനെ ചാലായിട്ട് നമുക്കിത് ഈ ഒരു കുളത്തിലേക്കൊന്ന് വീഴാണ്. ഇവിടെ ഇറങ്ങാൻ പറ്റുക അലോഡാണോ എന്നറിയില്ല, പക്ഷേ ഇതിങ്ങനെ ചെയ്യണ്ടോ, ഇത്ര വലിയൊരു കുളമാണ് കേട്ടോ. അവിടെ നിന്നാണ് വരുന്നത്. അടിപൊളി സ്പോട്ടാണ് കേട്ടോ. നമ്മൾ വരികയാണെങ്കിൽ ചില്ല് ചെയ്യാൻ പറ്റിയൊരു കിട്ടില്ല സ്പോട്ടാണ്. അന്ന് ഒരു ഇപ്പം നമ്മൾ വന്നപ്പോൾ ആൾക്കാർ കുറവാണ്. ഒരു ഉച്ച സമയമായപ്പോൾ നമ്മൾ വന്നത്. ഇതാണ് കേട്ടോ അല്ലേ മെയിൻ ഹൈലൈറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഇതാണ് ഈ ഗുഹ. ഇതാണ് ആ ഗുഹ എന്ന് പറയുന്നത്. നമ്മുടെ ഈ ബാക്കിൽ ഇതുണ്ടല്ലേ, ഇതാണ് ഗുഹ. ഇതുണ്ടോ ഫോട്ടോസിനൊക്കെ പറ്റുള്ള കിട്ടുന്ന സ്ഥലം. ഈ ഒരു ഏരിയ കണ്ടല്ലോ, അവിടെ നിന്ന് എടുക്കുമ്പോൾ നല്ല സ്പോട്ടാണ്. അപ്പോൾ വരാത്തവരുണ്ടെങ്കിൽ വരിക, ഒരു വേണം വിസിറ്റ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി സ്പോട്ടാണ്. ഇനിയുള്ള ഇതിൻ്റെ മേളിൽ, അതിൻ്റെ മുകളിൽ നമുക്ക് കയറാൻ പറ്റില്ല. അതിൽ നമുക്ക് കയറാറുണ്ട്. എന്താ ഈ വെള്ളമാണ്, ഈ വരുന്ന വെള്ളം ഇത് ഈ കൂടെ ഉണ്ടോ താഴോട്ട് പോകും. ഇതാണ് ആ കുളത്തിലേക്ക് വന്ന് വരുന്നത്. നല്ല തണലാണ് കേട്ടോ. അതുകൊണ്ട് ഏത് സമയത്ത് വന്നാലും നമ്മളിപ്പോൾ നമ്മൾ സമയം നോക്കി കറക്റ്റ് 2 മണിയാവാൻ പോകും. പക്ഷേ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ തണലുണ്ട്. നമുക്ക് ഇരിക്കാനൊക്കെ ഇവിടെയൊക്കെ നല്ല തണലാണ്. ഏത് സമയത്ത് വന്നാലും ഇരിക്കാട്ടോ.
ഓക്കെ, നമ്മുടെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. ബൈ ബൈ. ഇതാണ് കേട്ടോ കൊച്ചിരിക്കൽ ചിറ. അതാ അവർ ഇപ്പറ. ഇത് കൊച്ചരിക്കൽ ഗുഹ ആണ്. ഇവിടെ അങ്ങനെ എഴുതിയത്. അപ്പോൾ ബൈ ബൈ. നമുക്കിവിടെ പാർക്കിങ്ങിനൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് കേട്ടോ. ഉണ്ടോ, ഇവിടെ ഇഷ്ടംപോലെ പാർക്കിങ്ങിനൊക്കെ ആയിട്ടുള്ള നല്ല സ്പേസൊക്കെ ഉണ്ട്. ഗ്രൗണ്ട് ഉണ്ട്, പാർക്കിങ്ങിന് സ്പേസ്. പിന്നെ അപ്പുറത്ത്, ഇതിൻ്റെ അപ്പുറത്ത് പേ ആൻഡ് പാർക്കിൻ്റെ ഒരു സ്പേസും കൂടെ അതിൻ്റെ അപ്പുറത്ത് വരുന്നുണ്ട്. നമ്മളൊരു ചെറിയ കടയിൽ. ചേട്ടാ 2 ലേസ്. ഇത് ഗ്രീൻ്റെ 2 2 ഓറഞ്ച്. പിന്നെ ഇതിന് ബൂമർ ബബിൾക്കും 2 എത്ര വേണം? ഓക്കെ, 2 മതി. അത് 2 തന്നേരെ. ഇവിടെ നാരങ്ങ അടിപൊളി പരിപാടികളൊക്കെ കേട്ടോ. നമ്മൾ എന്തൊക്കെ വെള്ളം മേടിച്ചിട്ടുണ്ട്. ഒരു തണുത്തതും ഒരു തണുക്കാത്തതും. വേറെ